പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകൾ വിശദീകരിക്കവേ 186 വചനം ദുആവുമായി ബന്ധപ്പെട്ട വചനമാണ് പഠിച്ചു വരുന്നത്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഫഇന്നി ഖരീബ് എന്ന ഭാഗത്തിലെ വിഷയങ്ങളും വിധികളും വിശേഷങ്ങളുമൊക്കെയാണ് പഠിച്ചു പോയത്. നമ്മൾ പറഞ്ഞു ഫഇന്നി ഖരീബ് എന്നുള്ളത് ജവാബാണ്. അത് ജവാബിൻ്റെ ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗമാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ എന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കുവാനുള്ളത്. ഇത് നമ്മുടെ വചനം. വഇദാ സഅലക ഇബാദി അന്നി, എന്നെ സംബന്ധിച്ച് എൻ്റെ ദാസന്മാർ താങ്കളോട് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു അവരുടെ ചോദ്യം അതെന്തെന്ന് വ്യക്തമല്ല, പക്ഷേ ഉത്തരം മുഫസ്സലാണ്, വിശദമാക്കപ്പെട്ട നിലക്കാണ്. ഫഇന്നി ഖരീബ്, അള്ളാഹുവിൻ്റെ ഖുർബ്, സാമീപ്യം, അതിനെക്കുറിച്ചായിരുന്നു അവരുടെ ചോദ്യം. ഒപ്പം ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, ഇജാബത്ത്, ഉത്തരം നൽകൽ, അതായിരുന്നു മറ്റൊരു ചോദ്യത്തിൻ്റെ വിഷയം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർബിനെ കുറിച്ച്, സാമീപ്യത്തെക്കുറിച്ച്, അള്ളാഹു ഉത്തരം നൽകുന്നതിനെക്കുറിച്ച്, ഇജാബത്തിനെക്കുറിച്ച് അതിലായിരുന്നു ചോദ്യം ഉണ്ടായത്. ചോദ്യത്തിൽ അത് മുബ്ഹമാണ്, അവ്യക്തമാണ്. പക്ഷേ ഉത്തരത്തിൽ അവ്യക്തമായ ചോദ്യത്തിൻ്റെ വിഷയം അതെന്തായി? വ്യക്തമായി. അതായിരുന്നു ചോദ്യത്തിൻ്റെ വിഷയം എന്നത് മുഅയ്യൻ, നിർണിതമായി. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുപോയി. ഇനി നമുക്ക് ഈ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, ഉത്തരത്തിൻ്റെ രണ്ടാം ഭാഗം, അതാണ് ഇവിടെ ഇന്ന് ആദ്യം മനസ്സിലാക്കുവാനുള്ളത്. ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉജീബു, ഞാൻ ജവാബ് നൽകും. ചിലർ പറഞ്ഞു ഉജീബു എന്നാൽ അസ്മഉ, ഞാൻ കേൾക്കും, കേട്ടുത്തരം കനിയും, അതാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞു അത് അജാബ എന്നത് ഇജാബയിൽ നിന്നാണ്, ഉത്തരമേകി. അപ്പോൾ ഉജൈബു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം കനിയും. രണ്ടായാലും ഒരേ ആശയം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. സുആൽ, അതിൻ്റെ വിപരീതമാണ് ജവാബ്. സുആൽ രണ്ട് നിലക്കുണ്ട്. ഒന്ന് തലബു മക്കാൽ, മറ്റൊന്ന് തലബു നവാൽ. എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരം സംസാരത്തിലൂടെ ആവശ്യപ്പെടുക, അതാണ് സുആലു മക്കാൽ. അപ്പോൾ അതിൻ്റെ ഉത്തരം മക്കാലായിരിക്കും. തലബു നവാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ആവശ്യപ്പെടുക, അപ്പോൾ അതിൻ്റെ ഉത്തരം ജവാബുഹുൻ നവാൽ, ആ ആവശ്യപ്പെട്ടത് നൽകിക്കൊണ്ടായിരിക്കും. സുആലു മക്കാലിൻ വജവാബുഹുൽ മക്കാൽ, സുആലു നവാലിൻ ഫജവാബുഹു അന്നവാൽ എന്ന് പറയും. ഏതായാലും ഉജീബു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം ഏകും. ആർക്ക്? ദഅവത ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദഅവത്തിന്, ദുആക്ക്. ഇവിടെ അദ്ദാഇ എന്നുള്ളത് അസ്ലിൽ അദ്ദാഇ എന്നാണ്. അവിടെ യാണ്ട്, അത് കളയപ്പെട്ടതാണ്. അദ്ദാഇ, ദഅ, ദുആ ചെയ്തു, യദുഉ, അതിൻ്റെ ഇസ്മു ഫായിലാണ് ദാഇ, അദ്ദാഇ.
ഖുർആനിൽ പറഞ്ഞില്ലേ അജീബു ദാഇ അല്ലാഹ്. യാ ഉണ്ട്, പക്ഷേ യാ കളയപ്പെടും. അത് തഖ്ഫീഫിന് വേണ്ടി എന്ന് പറയും. അൽ കബീറുൽ മുതആൽ എന്ന് പറഞ്ഞില്ലേ അള്ളാഹിനെ കുറിച്ച്. അൽ മുതആൽ എന്നുള്ളത് അസ്ലിൽ അൽ മുതആലി എന്നാണ്. യാ ഉണ്ട്, പക്ഷെ അത് തഖ്ഫീഫിന് വേണ്ടി അറബി ഭാഷയിൽ അങ്ങനെ അക്ഷരങ്ങൾ കളയപ്പെടുന്ന, ചിലപ്പോൾ ചില പദങ്ങൾ കളയപ്പെടുന്ന, ചിലപ്പോൾ ചില സെൻറ്റൻസുകൾ തന്നെ കളയപ്പെടുന്ന പ്രത്യേകത ഉണ്ട്. ഭാഷയുടെ ഒരു സൗന്ദര്യം കൂടിയാണത്. ഏതായാലും ഇവിടെ അദ്ദാഇ എന്നാണ് ദുആ ചെയ്യുന്നവൻ. ഉജീബു ദഅവത അദ്ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദഅവത്ത്, അതിനോട് ഞാൻ പ്രതികരിക്കും, അതിന് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇദാ ദഅാനി, ഇവിടെയും ദഅാനി എന്നാണ് അസ്ലില്, പക്ഷേ യാ കളയപ്പെട്ടു. ദഅാനി, ഈ നൂനുൽ വിഖായ എന്ന് പറയും. അതിനുശേഷം യാ ഉൽ മുത്തക്കല്ലിമാണ്. ദഅാനി, എന്നോട് ദുആ ചെയ്തു. ഇദാ ദഅാനി, എന്നോട് ദുആ ചെയ്താൽ. അപ്പോൾ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരമേകും, അവൻ എന്നോട് ദുആ ചെയ്താൽ. ഈ ദഅ എന്നുള്ളതിൻ്റെ കർത്താവ് ഈ മുന്നേ പറയപ്പെട്ട ദാഇ, ദുആ ചെയ്യുന്നവൻ ദുആ ചെയ്താൽ. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. നമ്മൾ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ ഫഇന്നി ഖരീബ് എന്നത് പഠിച്ചു പോയി. അവിടെ ഇന്ന എന്ന തൗക്കീൻ്റെ ഇതിൻ്റെ അദാത്ത് ശക്തിപ്പെടുത്താനുള്ള ആ അവ്യയം ഇന്ന, അതിൻ്റെ ഇസ്മാണ് അവിടെ യാ ഉൽ മുത്തക്കല്ലിം ഇന്നി എന്നത്. അതിൻ്റെ ഖബറാണ് ഖരീബ്. ഇന്നി ഖരീബുൻ, തീർച്ചയായും ഞാൻ ചാരത്തുള്ളവനാകുന്നു, സമീപസ്ഥനാകുന്നു, ഏറ്റവും അടുത്തവനാകുന്നു. ഇന്ന എന്നതിൻ്റെ രണ്ടാമത്തെ ഖബർ എന്ന് പറയും. അതാണ് ഈ ജുംല, ഈ സെൻറ്റൻസ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. അപ്പോൾ ഇന്നി, തീർച്ചയായും ഞാൻ, ഖരീബുൻ, അത് നാമമാണ്, ഇസ്മാണ്. അതിൻ്റെ ഒന്നാമത്തെ ഖബർ വ്യാകരണ പ്രകാരം, രണ്ടാമത്തെ ഖബർ അതൊരു ജുംല സെൻറ്റൻസാണ്. അതാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ എന്നുള്ളത്. അത് വ്യാകരണ പ്രകാരം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെക്കുറിച്ച് ഖരീബ് എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ഏറെ ചാരത്ത്, ഏറ്റവും അടുത്ത്, അങ്ങേയറ്റം സമീപസ്ഥനായി എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹുവിൻ്റെ സത്ത കൊണ്ട് അള്ളാഹു അർഷിന്മേൽ എന്നത് വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ട വിഷയമാണ്. സുമ്മസ്തവ അലൽ അർഷ്, അള്ളാഹു ഇസ്തവ അലൽ അർഷ് എന്നത് അള്ളാഹിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പരിചയപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവെ കുറിച്ച് അത് പരിചയപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം ഉയർന്നേക്കും, സപ്തവാനങ്ങൾക്കുപരിയിൽ മഹിതമായ അള്ളാഹുവിൻ്റെ അർഷ്, ആ അർഷിൻ്റെ വലിപ്പം എത്ര? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ പറഞ്ഞു. സപ്തവാനങ്ങൾ തന്നെ, സപ്തവാനങ്ങളും ഭൂവനങ്ങളും അള്ളാഹുവിൻ്റെ ഉള്ളം കയ്യിൽ, കഫിൽ, ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ എന്നാണ്. അപ്പോൾ ഈ സപ്തവാനങ്ങൾക്ക് മേൽക്കൂരയായ അർഷ്, അതിൻ്റെ വലിപ്പം എത്രയായിരിക്കും? അതിനുപരിയിൽ ഉപവിഷ്ടനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ, ദുആ ചെയ്യുന്നവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ എത്ര ദൂരമാണ്? അത്ര ദൂരമുണ്ടെങ്കിലും ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, ഉത്തരം ചെയ്യാനുള്ള കഴിവുള്ളവനായും അള്ളാഹു സുബ്ഹാനഹു വ തആല സമീപസ്ഥൻ, ഏറ്റവും അടുത്തവൻ എന്നുള്ളതാണ് ഈ ഒരു ഉത്തരത്തിൻ്റെ അനുബന്ധം, ഖരീബ് എന്നതിനോടുള്ള അനുബന്ധം അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖരീബ് എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യാൻ കഴിവുറ്റവൻ, അതിന് ഉത്തരം ചെയ്തുകൊണ്ട് ഏറ്റവും അടുത്തവൻ എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഈ ഒരു ഭാഗത്തിൽ നമുക്ക് കുറച്ച്
വിഷയങ്ങൾ ഈ ആയത്തിൻ്റെ പദപ്രയോഗങ്ങളെ പരിഗണിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ഉജീബു എന്നുള്ള പ്രയോഗമാണ്. ഉജീബു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം നൽകും എന്നാണ്. ദഅവത ദാഇ ഇദാ ദഅൻ, അതൊരിക്കലും ചോദിക്കുന്നത് നൽകും എന്നതിനെ നേരിട്ട് അർത്ഥമാക്കുന്നില്ല. അതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ദുആ ഇരക്കുന്നവൻ ഒരു വിഷയത്തിൽ ദുആ ചെയ്യുന്നു, അതിനോട് അള്ളാഹു പ്രതികരിക്കും, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും എന്നുള്ളത് കട്ടായമാണ്, ഉറപ്പാണ്. അത് കാരണം അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ ദുആ ചെയ്യുന്നവൻ, യാചിക്കുന്നവൻ, ചോദിക്കുന്നവൻ ചോദിക്കുന്നത് തന്നെ ഉത്തരമായി ഭവിച്ചു കൊള്ളണമെന്ന് ഇല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുമില്ല. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മാമി മുസ്ലിമി യദ്ഉ ബിദഅവത്തിൻ, ഒരു ദുആ നിർവഹിക്കുന്ന ഒരു മുസ്ലിമുമില്ല, ബിദഅവത്തിൻ എന്നാണ്, ബിദുആഇൻ എന്ന അർത്ഥത്തിൽ. ആ ദുആയിൽ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹീം, യാതൊരു കുറ്റവും ഇല്ലാത്ത ദുആയാണ്. അതേപോലെ തന്നെ ഈ രക്തബന്ധങ്ങൾ മുറിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദുആയല്ല, പുണ്യകരമായ ഒരു ദുആ നിർവഹിക്കുന്ന ഒരു മുസ്ലിം. ചില നിവേദനങ്ങളിൽ മാമിൻ മുഅ്മിനിൻ യൻസുബു വജുഹഹു ഇലല്ലാഹ് യസ്അലുഹു മസ്അലതൻ, അള്ളാഹുവിലേക്ക് മുഖം നിവർത്തി നേരെയാക്കി അള്ളാഹുവിനോടൊരു മസ്അല തേടുന്ന ഒരു വിശ്വാസി. യസ്അലുഹു മസ്അലതൻ എന്നാണ് ഹദീസിൻ്റെ പ്രയോഗം. അള്ളാഹുവിനോട് യസ്അലുഹു അവൻ ചോദിക്കുന്നു, മസ്അലതൻ അള്ളാഹിനോടൊരു മസ്അല ചോദിക്കുന്നു, ഒരു കാര്യം, ഒരു വിഷയം ചോദിക്കുന്നു. എന്താ? ഇല്ല അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസിൻ എന്നാണ്. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്നിലൊരു കാര്യം അവന് നൽകാതിരിക്കില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിനോട് ഒരു കാര്യം തേടുന്ന ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം, അവനാ ചോദിക്കുന്നത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിക്കൊള്ളണം എന്നില്ല. പിന്നെയോ ഇല്ല അഅതാഹുല്ലാഹു ബിഹാ, ബിഹ, അവൻ ചോദിച്ചത് കൊണ്ട് അള്ളാഹു അവന് 1/3 നൽകും എന്നാണ് വാഗ്ദാനം. ആ ചോദിച്ച മസല തന്നെ കൊടുത്തോളണം എന്നില്ല. പിന്നെയോ അത് മുഖാന്തരം 1/3 അള്ളാഹു നൽകും എന്നാണ്. എന്താണ് 1/3? അത് ഹദീസിൽ കാണാം. ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതുഹു ഫി ദുനിയ, അവൻ ചോദിച്ച ഉണ്ടല്ലോ അവൻ്റെ ആ ദഅവത്ത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് നൽകിയേക്കാം. ഒന്നുകിൽ ആ ചോദിച്ചത് എന്താണോ അത് പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയേക്കാം. വ ഇമ്മ, അതാണ് ഒന്നാമത്തേത് കേട്ടോ. വ ഇമ്മ, രണ്ടാമത്തേത്, അൻ യദ്ഖിറഹ ലഹു ഫിൽ ആഖിറ, അവൻ ഈ ദുആ ചെയ്തത്, ദുആ ഏറ്റവും വലിയ പുണ്യല്ലേ, ഏറ്റവും ഉയർന്ന മഖാമല്ലേ, മഖാമാത്ത്, സ്ഥാനം. ദുആ അതാണല്ലോ ഇബാദത്ത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരലോകത്തേക്ക് അവന് എടുത്തു വെക്കും. അവനൊരു നന്മയായി, പുണ്യമായി, ഇബാദത്തായി പ്രതിഫലം അവിടെ മഹത്തരമാക്കുന്നതിന് വേണ്ടി അള്ളാഹു ആ ദുആ അവന് പരലോകത്തേക്ക് എടുത്തു വെക്കും. വ ഇമ്മ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹ, അല്ലെങ്കിൽ അവൻ ദുആ ചെയ്ത മസ്അല അതുപോലത്തെ വിപത്തുക്കൾ അവന് നേരെ വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി മാറ്റും. അപ്പോൾ എത്ര അവൻ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ടോ, ആ ചോദിച്ചതിന് സമാനം തിന്മകളെ, അപകടങ്ങളെ, അപായങ്ങളെ അള്ളാഹു അവനിൽ നിന്ന് വഴിമാറ്റും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉജീബു, ഞാൻ ഉത്തരമേകും ദുആ ഇരക്കുന്നവൻ്റെ ദുആക്ക് എന്ന് പറയുമ്പോൾ ആ ഉത്തരമേകൽ ദുആ ഇരക്കുന്നവൻ ചോദിച്ചത് നൽകിക്കൊണ്ട് മാത്രമായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൽ നിന്ന് ഇജാബത്ത് ഉണ്ടാകും, അത് കട്ടായാണ്. പക്ഷേ ആ ഇജാബത്ത് ഒന്നുകിൽ ദുആ ചെയ്തവൻ ചോദിച്ചത് കൊണ്ടായേക്കാം, അല്ലെങ്കിൽ
പരലോകത്തേക്ക് അത് അവനൊരു നന്മയായി പുണ്യമായി എടുത്തു വെച്ച് കൊണ്ടായേക്കാം. അല്ലെങ്കിൽ അവനിൽ നിന്ന് അപകടങ്ങളെ അപായങ്ങളെ വഴിമാറ്റിക്കൊണ്ടായേക്കാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് പറയാം എന്തുകൊണ്ട് എന്നത്. അതിലേറ്റവും നമ്മൾ പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പം നമ്മൾ ദുആ ചെയ്യുന്നവർ ഒരു കാര്യം എണ്ണി നിർണയിച്ച് ദുആ ചെയ്യുന്നു. പക്ഷേ നമുക്കറിയില്ല നമ്മൾ ആ ചോദിക്കുന്നതിലാണോ നമ്മൾ ആവശ്യപ്പെടുന്നതിലാണോ നമുക്ക് നന്മയുള്ളത്, നമുക്ക് അനുഗ്രഹമുള്ളത്. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അനുകൂലമായി ഭവിക്കുമോ അതല്ല പ്രതികൂലമായിട്ടാണോ ഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ എല്ലാം അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയുള്ളത് ഏതാണോ അതായിരിക്കാം അതാണ് നമുക്ക് കനിയുക. നമ്മളെക്കാൾ നമ്മളോട് കരുണയും കനിവുമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വ അർഹമുർ റാഹിമീൻ. ഏറ്റവും നല്ല സംരക്ഷകൻ, ഏറ്റവും കരുണാമയൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുകൂലമായതും നന്മയായതുമാണ് നമുക്ക് നമ്മുടെ ദുആയിലൂടെ തരിക. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചോദിച്ചത് തന്നെ ഉത്തരമായി വന്നുകൊള്ളണം എന്നില്ല. ഇത് നമ്മൾ പ്രത്യേകം ഇവിടെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. 1/4 തരിക. അഅതാഹു അല്ലാഹു ബിഹ. അവൻ ചോദിച്ച മസാല ഉണ്ടല്ലോ, അതിന് പകരം ഇഹ്ദാ സലാസ്, 1/3 തരും. ആ 1/3 നമ്മളിവിടെ പറഞ്ഞത്. അത് തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാലം യഅജൽ. ദുആ ചെയ്യുന്നവൻ തിരക്ക് കൂട്ടാത്ത കാലത്തോളം, ധൃതി കാണിക്കാത്ത കാലത്തോളം. അപ്പോൾ സഹാബികൾ ചോദിച്ചു, മാ അജലതുഹു, എന്താണ് ഈ തിരക്ക് കൂട്ടൽ, ധൃതി കാണിക്കൽ? ദുആ ചെയ്യുന്നവൻ്റെ യാ റസൂലല്ലാഹ് വമാ അജലതുഹു എന്ന് ചോദിച്ചു. തിരക്ക് കൂട്ടൽ എന്താ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖൂൽ, ദുആ ചെയ്യുന്നവൻ പറയും, ദഅഉതു വദഅഉതു വലം ഉറാഹു യുസ്തജാബു ലി. ഞാൻ ദുആ ചെയ്തു, വീണ്ടും ദുആ ചെയ്തു, എനിക്ക് ഉത്തരം കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, എനിക്ക് ഉത്തരം കനിയപ്പെടില്ല എന്നിങ്ങനെ എന്ത് ചെയ്യും? ചിലർ ഉത്തരം വൈകിയാൽ, ചോദിച്ചത് നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ പരിതപിക്കും. അതുണ്ടായാൽ ഉത്തരം കിട്ടൂല എന്നുള്ളതാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ 1/3 ജവാബായി, ഉത്തരമായി വരും. ദുആ ഒരിക്കലും പാഴാകൂല്ല എന്നിങ്ങനെ പഠിപ്പിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞു എന്നാണ്, ഇദൻ നുക്സിർ, എങ്കിൽ ഞങ്ങൾ ധാരാളം ദുആ ചെയ്യും, ദുആയെ ഞങ്ങൾ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ച് പറഞ്ഞു എന്നാണ്, അല്ലാഹു അക്സർ, നിങ്ങൾ ധാരാളം ദുആ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു പ്രതിഫലവും നന്മയും കൂടുതൽ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിൻ്റെ ഖജനാവ് വറ്റൂല്ല, അതിൽ കുറവോ കമ്മിയോ വരൂല്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ എത്ര ചോദിച്ചോ അതിനേക്കാൾ കൂടുതലാണ് അള്ളാഹുവിൽ നിന്നുള്ള വരവുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഈ ആയത്ത് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ദുആ ഇരക്കുന്നവൻ്റെ ദഅവത്ത്, ദുആ, അതിന് അള്ളാഹു ഉത്തരമേകും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷെ ആ ഉത്തരമേകൽ ചോദിക്കുന്നത് തന്നെ കഴിഞ്ഞുകൊണ്ടാകുകയില്ല. ഉത്തരമേകും എന്നുള്ളത് കട്ടായമാണ്. പക്ഷേ അതെങ്ങനെ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിവരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോഴാണ് അടിയാന്മാർ, ദുആ ഇരക്കുന്നവർ അള്ളാഹുവിനോട് കൂടുതൽ ഭക്തി പുരസ്സരരായി, വിനയാന്യതരായി, അതേപോലെ തന്നെ ദുആയിൽ ഇൽഹാഹ്, അലിഹു എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അള്ളാഹിനോട് അലട്ടി ചോദിക്കണം, ആവർത്തിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ദുആ ഇരക്കുന്നവർക്കുണ്ടാകണമെങ്കിൽ അങ്ങനെ ഈമാൻ വർദ്ധിക്കാൻ, പ്രതിഫലം വർദ്ധിക്കാൻ, പരലോകത്തേക്ക് പുണ്യം സ്വരൂപിക്കാൻ, തിന്മകൾ
വിപത്തുക്കൾ, അപകടങ്ങൾ വഴിമാറ്റപ്പെടാൻ. അതിനാണ് ചോദിക്കുന്നത് തന്നെ നൽകാതെ മൂന്നാലൊന്ന് നൽകുന്നത് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ചോദിക്കുന്നത് പെട്ടെന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ചോദ്യം നിലക്കും, ഭവ്യതയും ഭക്തിയും അതൊക്കെ ശോഷിക്കും. വീണ്ടും വീണ്ടും ചോദിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് ചോദിക്കുന്നത് തന്നെ തരാതെ ഇങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതികരണം ജവാബായി? അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായത്. ഇമാം ഇബ്നുൽ അറബി ഈ ഒരു മസല നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിലും മറ്റൊക്കെ നമുക്കത് വായിക്കാം. ഇപ്പം നിർബന്ധിതൻ്റെ ദുആ അത് മറയില്ലാതെ അർശിങ്കൽ എത്തുകയും അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ദുആയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅ. നിർബന്ധിതൻ ദുആ ചെയ്താൽ ഉത്തരം നൽകുന്നവൻ ആര്? അള്ളാഹു അല്ലേ. അപ്പം നിർബന്ധിതൻ്റെ ദുആ അതിന് ജവാബുണ്ട്. അമ്മൻ യുജീബുൽ മുത്തർ ഇദാ ദഅ. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മദ്ലൂം. മർദിദൻ്റെ ദുആ നീ സൂക്ഷിക്ക്. ഫഇന്നഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്. ആ ദുആക്കും അള്ളാഹുവിനുമിടയിൽ യാതൊരു മറയില്ല. ചില നിവേദനങ്ങളിൽ ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബത്തുൻ വഇൻ കാന ഫാജിറൻ ഫഫുജൂറുഹു അലാ നഫ്സി. മർദിദൻ്റെ ദുആക്ക് ഉത്തരം ലഭിക്കും. മർദിദൻ ഒരു തമ്മാടിയാണെങ്കിലും ശരി, ഫഫുജൂറുഹു അലാ നഫ്സിഹി, അവൻ്റെ തമ്മാടിത്തം അത് അവനെതിരിൽ ഭവിക്കുന്നതാണ്, അവൻ്റെ മേൽ ഭവിക്കുന്ന വിഷയമാണ്. പക്ഷെ അവൻ്റെ അടുക്കൽ നിന്ന് പോലും അവൻ മർദിതനാണെങ്കിലുള്ള ദുആക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞു. ചില നിവേദനങ്ങളിൽ വഇൻ കാനത് മിൻ കാഫിരിൻ, ദഅവത്തുൽ മദ്ലൂം ഉണ്ടല്ലോ മർദിതൻ്റെ ദുആ, അത് കാഫിറിൽ നിന്നാണെങ്കിലും ഫഇന്നഹു ലൈസ ലഹാ ഹിജാബുൻ ദൂന അല്ലാഹ്, അള്ളാഹുവിനിപ്പുറം അതിന് യാതൊരു മറയില്ല. എന്ന് പറഞ്ഞാൽ കാഫിറിൽ നിന്നാണെങ്കിൽ പോലും അവൻ മർദിതാനാണെങ്കിൽ അവൻ്റെ ദുആ അള്ളാഹുവിങ്കലെത്തും, അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്നുള്ളതാണ്. ആ ഉത്തരം നൽകൽ എങ്ങനെ? അത് തന്നെ ആ ചോദിച്ചതെന്തോ അത് നൽകിയിട്ടല്ല, അതിന് ഉത്തരമുണ്ട് എന്നുള്ളത് കട്ടായാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കും വിധമുള്ള ഉത്തരം നൽകണം. ഒന്നുകിൽ ആ ചോദിച്ചതെന്തോ അത് അങ്ങനെ തന്നെ നൽകിക്കൊണ്ട് അള്ളാഹു മർദിതനെ സഹായിക്കും. അതില്ല എങ്കിൽ അവനിൽ നിന്ന് തിന്മകളെ വഴിമാറ്റി അവനെ സഹായിക്കും. മർദിതൻ വിശ്വാസിയാണ് എങ്കിൽ പരലോകത്തേക്ക് അതൊരു ഇബാദത്തായി പുണ്യമായി ശേഷിപ്പിച്ച് അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പ്രതികരിക്കും. അതുകൊണ്ടാണ് മർദിതൻ്റെ ദുആഇൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻഷാ. നിങ്ങൾ അള്ളാഹുവിനോട് തേടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിമാറ്റും, പോക്കും. ഇൻഷാ, അവൻ ഉദ്ദേശിച്ചെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരമേകുമെന്ന് പറഞ്ഞു. പക്ഷേ ദുആ ചെയ്യുന്നവൻ ചോദിക്കുന്നത് തന്നെ കനിഞ്ഞുകൊണ്ടുള്ള ഉത്തരമായി കൊള്ളണം എന്നില്ല. മൂന്നാലൊന്ന് സാക്ഷാത്കരിച്ചുകൊണ്ട് സഫലമാക്കിക്കൊണ്ട്, ആ മൂന്നാലൊന്നാണ് ഇവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇത് സുപ്രധാനമായിട്ടുള്ള ഒരു മസലയാണ്. മറ്റൊരു മസ്അല, ഈ ഇദാ ദഅാനി എന്നുള്ള പ്രയോഗമാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇദാ ദഅ എന്നത് ഇവിടെ പ്രത്യേകം പരാമർശിച്ചത്? ഉജീബു ദഅവത ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരമേകും എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ ഇദാ ദഅാൻ എന്ന് പറഞ്ഞില്ലേ? അവൻ ദുആ ചെയ്താൽ, അദ്ദാഇ എന്ന് പറഞ്ഞാൽ തന്നെ ദുആ ചെയ്തവനാണല്ലോ. പിന്നെന്തിനാണ് ഇദാ ദഅാൻ എന്ന അനുബന്ധം തുടർന്ന് വന്നത്? അത് പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇദാ ദഅാനി എന്ന് പറഞ്ഞത് അവൻ എന്നോട് ദുആ ചെയ്യുകയായാൽ, ദുആയിൽ അവന് സത്യസന്ധത വേണം. താൻ അള്ളാഹുവിനോട് ആണ് ദുആ ചെയ്യുന്നത്, അതേപോലെ താൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്,
അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഉത്തരം കനിയാൻ കെൽപ്പുറ്റവനാണ്. ദുആ ചെയ്യുമ്പോൾ അവൻ്റെ ഖൽബ് അള്ളാഹുവിൽ പരിമിതപ്പെടണം, അള്ളാഹുമായി മാത്രം ബന്ധപ്പെടണം. ദുആയിൽ ഇഖ്ലാസ്, അതേപോലെ സിദ്ഖ്, നിഷ്കളങ്കതയും സത്യസന്ധതയും ഇത് വേണം എന്നുള്ളത് അറിയിക്കാനാണ് ഇദാ ദഅാൻ എന്ന പ്രയോഗം. അതില്ല എങ്കിൽ ഉജീബ് ദഅവത്തദ്ദാ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരമേകും എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ദുആ ചെയ്യാനും അള്ളാഹു ഉത്തരം തരും എന്നതും അറിയിച്ചു. മാത്രമല്ല അദ്ദാഇ എന്നാണ് പറഞ്ഞത്. ദുആ ചെയ്യുന്നവൻ, ദുആ ചെയ്യുന്ന ഒരാൾക്കാണ് ദാഇ എന്ന് പറയുക. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദാ ദഅാനി എന്ന് പറഞ്ഞത് അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാവൂ. ദുആ ചെയ്യുമ്പോൾ നിഷ്കപടനായി, നിഷ്കളങ്കമായി, സത്യസന്ധനായി ദുആ ചെയ്യണം. അള്ളാഹുവിലേക്ക് താൻ ആവശ്യക്കാരനാണ്, അള്ളാഹു തനിക്ക് ഉത്തരം ചെയ്യാൻ കൽപ്പിറ്റവനാണ്. ഈ ഉറപ്പോടു കൂടിയൊക്കെ ആയിരിക്കണം ദുആ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ പ്രയോഗം. അത് പണ്ഡിതന്മാർ പ്രത്യേകം ഈ ഒരു പ്രയോഗം എടുത്ത് ഉണർത്തിയ ഒരു വിഷയമാണ്. അപ്പോൾ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. ഇനി മറ്റൊരു മസല, ഈ ആയത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം പ്രതിപാദ്യമായിട്ടുള്ളത് ഈ വചനം, അതുപോലെ വിശുദ്ധ ഖുർആനിലെ മറ്റു ചില വചനങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനത്തെയും ഉറപ്പിനെയുമാണല്ലോ അറിയിക്കുന്നത്. അതെന്താ? ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് അള്ളാഹു ജവാബേകും, ഉത്തരമേകും. അള്ളാഹുവിൽ നിന്ന് ഇജാബത്ത് കിട്ടും, ഇജാബത്തുണ്ട്. ഉദൂനി അസ്തജിബ് ലക്കും, സൂറത്ത് ഗാഫിറിൻ്റെ 60 അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം കനിയും, തീർച്ച. അവിടെ അസ്തജിബ് എന്നാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകത ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ ഫലിയസ്തജീബൂലി വലിയുമിനൂ ബി എന്നെടുത്ത് മനസ്സിലാക്കാം. അസ്തജിബ് ലക്കും, അള്ളാഹു തീർപ്പാക്കി പറയാണ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഉദൂനി അസ്തജിബ് ലക്കും. അതേപോലെ നമ്മൾ തൊട്ടുമുമ്പ് കേട്ടു അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅ, നിർബന്ധിതൻ ദുആ ചെയ്താൽ ഉത്തരം നൽകുന്നവൻ ആര് എന്ന്. അവിടെ ആ ചോദ്യം അള്ളാഹു ഉത്തരം തരും എന്നുള്ളതാണ്. യുജീബുൽ മുത്തർ ഇദാ ദഅാഹു, അള്ളാഹു ഉത്തരം തരും എന്നുള്ളത് വാക്ക് പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുകയാണ്. നമ്മുടെ ഈ വചനം ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. എത്ര ദുആ ചെയ്യുന്നവർ, അവർ ഏറെ ദുആ ചെയ്തിട്ടും അവർക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പലരുടെയും സങ്കടമാണ്, പലരുടെയും കരച്ചിലും വിളിയുമൊക്കെയാണ്. ദുആ ചെയ്യുന്നു, പക്ഷേ ഉത്തരം ലഭിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത് എന്തുകൊണ്ട് പലരുടെയും അളവിൽ ലഭ്യമാകുന്നില്ല, പലർക്കും അത് നിറവേറ്റപ്പെടുന്നില്ല? ഈ വാഗ്ദാനത്തിൻ്റെ വിഷയത്തിൽ, അത് നിറവേറ്റപ്പെടുന്ന വിഷയത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഈ ആയത്ത് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാക്കൽ അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. അടുത്ത എപ്പിസോഡിൽ ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.